ഈ ഈ ദിവസത്തിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. ഹാർദിക് പാണ്ഡെ എന്ന് പറയുന്ന ആൾ എന്തു പറഞ്ഞു, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിച്ചല്ലോ. അവരുടെ സ്വത്ത് അമ്മയ്ക്കാണ് കൊടുത്തത്, അതുകൊണ്ട് അവരുടെ ഭാര്യയായിരുന്ന വ്യക്തിക്ക് ഈ സ്വത്തിൽ യാതൊരു അവകാശവും ഉണ്ടാവില്ല, അതുകൊണ്ട് അവർക്ക് ഈ സുഖമായിട്ട് ഭാര്യയ്ക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അവർ അലിമണിക്ക് വേണ്ടിയിട്ട് നടന്നോട്ടെ എന്നുള്ള രീതിയിൽ പ്രതികരിച്ച് കണ്ടു. അതിൽ ശരിക്കും ലീഗലി പറയുകയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ക്ലാപ്പ് അടിച്ചവരൊക്കെ ലീഗലി എഡ്യൂക്കേറ്റഡ് ആയിരുന്നെങ്കിൽ ക്ലാപ്പ് അടിക്കില്ല. കാരണം ഒരിക്കലും ഹാർദിക് പാണ്ഡ്യയ്ക്ക് അമ്മയുടെ പേരിൽ കൊടുത്തു എന്നും പറഞ്ഞിട്ട് അവർക്ക് ഈ പറയുന്ന ഹാർദിക് പാണ്ഡ്യയുടെ വൈഫിന് അല്ലെങ്കിൽ വൈഫായിരുന്ന സ്ത്രീക്ക് അലിമണി അല്ലെങ്കിൽ അതിൻ്റെ ജീവനാംശം അവർക്ക് കിട്ടാതിരിക്കില്ല. അല്ലെ അവർ അറ്റാച്ച്മെൻറ്റിന് പോവുകയാണ്, പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്താലേ ഈ ജീവനാംശം കിട്ടുള്ളൂ എന്നുള്ള ഒരു ചില കേസുകളിൽ അങ്ങനെ പ്രോപ്പർട്ടി അറ്റാച്ച്മെൻറ്റിലേക്ക് നീളാറുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ പോലും ഈ പറയുന്ന പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാൻ കഴിയും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാർദിക് പാണ്ഡ്യയുടെ അമ്മ എന്ന് പറയുന്ന ഹാർദിക് പാണ്ഡ്യയ്ക്ക് തന്നെയാണ് ലീഗൽ ഹെയർഷിപ്പ് വരുന്നത്. അപ്പോൾ ലീഗൽ ഹെയർഷിപ്പ് എന്ന് പറഞ്ഞാൽ ലീനിയർ ഹെയർഷിപ്പ് ഉണ്ട്, ഹൊറിസോണ്ടൽ ഹെയർഷിപ്പ് ഉണ്ട്. അതിൽ ലീനിയർ ഹെയർഷിപ്പ് വരുന്ന സമയത്ത് ഹാർദിക് പാണ്ഡ്യയുടെ അമ്മയുടെയും അച്ഛൻ്റെയും മകനാണല്ലോ ഹാർദിക് പാണ്ഡ്യ. സോ അങ്ങനെ വരുന്ന സമയത്ത് ലീനിയർ ഹെയർഷിപ്പ് വരുന്നത് കൊണ്ട് തന്നെ അറ്റാച്ച് ചെയ്തേക്കാം. ആ ഒരു സംഭവം അറ്റാച്ച്മെൻറ്റ് സാധ്യമായതുകൊണ്ട് തന്നെ ഈ പറയുന്ന ലീഗലി ഈ പറയുന്ന സാധനം ഈ സ്റ്റേറ്റ്മെൻറ്റ് അറ്റർലി ഫൂളിഷ്നെസ് ആണെന്ന് പറയേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ പറയാൻ വേണ്ടിയിട്ടുള്ള വിഷയം അല്ലെങ്കിൽ ലീഗലി എഡ്യൂക്കേഷൻ എന്നുള്ള തരത്തിൽ പറയുകയാണെങ്കിൽ അറ്റാച്ച്മെൻറ്റ് എപ്പോഴും പ്രോപ്പർട്ടീൻ്റെ അറ്റാച്ച്മെൻറ്റ് ഇതുപോലെയുള്ള അലിമണി അല്ലെങ്കിൽ മെയിൻ്റനൻസ് പോലെയുള്ള കേസുകളിൽ പോസിബിളാണ്. എങ്ങനെയാണെങ്കിലും അച്ഛനോ അമ്മയോ അമ്മയുടെയോ കയ്യിൽ ഈ പറയുന്ന പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് പോസിബിളാണ്. അത് ഹാർദിക് പാണ്ഡ്യ കേസ് വെച്ചിട്ട് തന്നെ പറയുകയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ ഈ പറയുന്ന പ്രോപ്പർട്ടി അധ്വാനിച്ച് വാങ്ങിച്ചു. ആ പ്രോപ്പർട്ടി അയാൾ അമ്മയുടെ പേരിലാണ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഈ പറയുന്ന പ്രോപ്പർട്ടിയിൽ ലീഗൽ ഹെയർഷിപ്പ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അവകാശമില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ആ അവകാശമുള്ള എത്ര പാർട്ടാണോ ആ പാർട്ട് ഈ പറയുന്ന ആൾക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. പിന്നെ കൂടാതെ ഈ പറയുന്ന അതിൽ ഹാർദിക് പാണ്ഡ്യയുടെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഈ അമ്മയ്ക്ക് എഴുതി വെച്ചിട്ടുള്ള സ്വത്ത് അത്രയും പാർട്ടുകളായിട്ട് പാർട്ടീഷൻ ചെയ്യപ്പെടുകയും അതിൽ എത്ര ഭാഗമാണോ ഹാർദിക് പാണ്ഡ്യയ്ക്കുള്ള ആ ഭാഗത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ലീഗലായിട്ട് അവർക്ക് അറ്റാച്ച്മെൻറ്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. എപ്പോഴും സിവിൽ കേസിലേക്കാണ് മെയിൻ്റനൻസും അലിമണിയും എല്ലാ കാര്യങ്ങളും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ 2 തരത്തിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഒന്നെന്ന് വെച്ചാൽ അദ്ദേഹം അധ്വാനിച്ച്, അതായത് നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ അധ്വാനിച്ച് അയാൾ സംഭരിച്ച് വെച്ചിട്ടുള്ള സ്വത്തും വകകളും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭാഗം വേണമെന്നും അതിലെ കോൺട്രിബ്യൂഷൻ നിങ്ങളാണെന്നും നിങ്ങൾക്ക് പറയാം. അതെങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ഭാര്യയായിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ലോയുടെ പുറകിൽ വന്ന ഒരു വഴിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഭാര്യയായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പുറമെ നിങ്ങളൊരു ജോലി ചെയ്യുകയോ അധ്വാനിക്കുകയോ എന്തിനെങ്കിലും നിങ്ങൾക്കൊരു ചെല്ലുവാണെങ്കിൽ നിങ്ങൾക്കൊരു റെമ്യൂണറേഷൻ കിട്ടും. ആ കാലയളവിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റെമ്യൂണറേഷൻ ഏകദേശം കണക്കാക്കുകയാണ് ചെയ്യപ്പെടുന്നത്. നിങ്ങൾ ഭാര്യയായിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള റെമ്യൂണറേഷൻ കിട്ടാതിരിക്കും, നിങ്ങൾക്ക് അവിടെ അപ്ലിഫ്റ്റ്മെൻ്റ് ഒന്നും നടക്കാതിരിക്കും, നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആവാതിരിക്കും, നിങ്ങളുടെ എല്ലാ കോൺസെൻട്രേഷനും അല്ലെങ്കിൽ സ്പേസോ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും നിങ്ങൾ ചെയ്യുന്നത് ഈ പറയുന്ന കുടുംബത്തിലേക്കായതുകൊണ്ട് അയാളുടെ ആ വ്യക്തിയുടെ ഫാമിലി എന്ന് പറയുന്നതിലേക്കും മക്കൾ ഉണ്ടാക്കുക അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെലവ് ചെയ്യുന്ന സമയവും അധ്വാനവും കണക്കാക്കിയിട്ടാണ് ഈ പറയുന്ന അലിമണി ആയാലും ഈ പറയുന്ന വാല്യൂ അതിൻ്റെ മെയിൻ്റനൻസിൻ്റെ ആയാലും വാല്യൂ കണക്കാക്കുന്നത്. കണക്കാക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു തുക എന്ന് പറയുന്നതിന് സമാനമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോടതിയിൽ കേസ് കൊടുക്കാം. ആലിമണിക്ക് വേണ്ടിയിട്ടും കേസ് കൊടുക്കാം. അത് സിവിൽ കോർട്ടിലാണ് കൊടുക്കുന്നത്, മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ളതും. അങ്ങനെ നിങ്ങൾ കൊടുത്തിട്ടുള്ള കേസിൽ നിങ്ങളുടെ ഭർത്താവിന്
ലിക്വിഡിറ്റി, അതായത് മൊബിലിറ്റി ഓഫ് ഇൻകം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാൻ ഇത്ര പൈസ എന്ന് പറയുന്ന നിങ്ങൾ ചോദിക്കുന്ന സാധനം തരാനില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ട് ഇത് അറ്റാച്ച്മെൻറ്റ്, പ്രോപ്പർട്ടിയിലേക്ക് അറ്റാച്ച്മെൻറ്റ് നീളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ പ്രോപ്പർട്ടി അയാളുടെ പേരിലുണ്ടായിരിക്കുകയും അയാളുടെ പേരിലില്ലെങ്കിൽ തന്നെയും അയാളുടെ ട്രഡീഷണൽ പ്രോപ്പർട്ടി നിലനിൽക്കുകയാണെങ്കിൽ, അതായത് അയാളുടെ അച്ഛനോ അമ്മയ്ക്കോ അവരുടെ പേരിൽ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്കും ഉണ്ട്. ആ അവകാശം, നിങ്ങൾക്കും അയാൾക്കുമുള്ള ആ അവകാശം നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങാവുന്നതാണ്. ഈ പറയുന്ന പ്രോപ്പർട്ടി ലോൻ്റെ അണ്ടറിൽ വരുന്ന ലീഗൽ ഹെയർഷിപ്പിൻ്റെ കീഴിലോട്ട് വരുന്ന നിങ്ങളുടെ റൈറ്റാണ് ഈ പറഞ്ഞ മെരീറ്റൽ റൈറ്റിലൂടെ വരുന്ന പ്രോപ്പർട്ടിയിലെ ലീഗൽ ഹെയർഷിപ്പ് എന്ന് പറയുന്നത്. ആ സാധനം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യുന്നു, റെമ്യൂണറേഷനായിട്ടോ നിങ്ങളുടെ മെയിൻ്റനൻസിനോ നിങ്ങൾക്ക് ക്ലെയിം ചെയ്തു വാങ്ങാവുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.